നമസ്കാരം. ബിഗ് ഡയലോഗിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം പുറത്തു വന്നിരിക്കുന്നു. കേരളത്തിൻ്റെ കടം 5 ലക്ഷം കോടിയെന്നാണ് ധവളപത്രം പറയുന്നത്. അതിന് 2 പിണറായി സർക്കാരുകളെ മാത്രമാണോ പഴിക്കേണ്ടത്? മുൻ സർക്കാരുകളെ കുറ്റപ്പെടുത്തുമ്പോൾ പുതിയ സർക്കാരിൻ്റെ സാമ്പത്തിക മാനേജ്മെന്റ് എന്താണ്? സ്വകാര്യവൽക്കരണത്തിന് ഊന്നൽ നൽകുന്നതോ സതീശന്റെ ധവളപത്രം? ഈ വിഷയമാണ് ബിഗ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ധവളപത്രമോ കുറ്റപത്രമോ? ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, ഇവിടെ പലപ്പോഴും വെച്ചിട്ടുള്ള പല വൈറ്റ് പേപ്പറുകളും പൊളിറ്റിക്കൽ ഡോക്യുമെന്റാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഒരു വീണെടുത്തുനിന്ന് ഉരുളലാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ പറഞ്ഞ ആ നുണ അത് തെറ്റിപ്പോയി എന്ന് ഇപ്പോൾ രേഖയിലുണ്ട്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും മുൻ MLA H. സലാം, സാമ്പത്തിക വിദഗ്ധരായ ഡോക്ടർ CS ഷൈജുമോൻ, ജോർജ് ജോസഫ് എന്നിവർ ബിഗ് ഡയലോഗിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. അല്പസമയത്തിനകം കോൺഗ്രസ് നേതാവ് റോണി കെ ബേബി MLA-യും ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം ശ്രീ H. സലാം, ഈ ധവളപത്രം അവതരിപ്പിച്ചതൊക്കെ കണ്ടല്ലോ, എന്താണ് ആദ്യത്തെ വിലയിരുത്തൽ, പ്രതികരണം? ഏറ്റവും സുപ്രധാനമായൊരു കാര്യം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ സ്ഥിതിയെക്കുറിച്ചിട്ട് പുതിയ ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും അത്തരമൊരു ധവളപത്രം പുറത്തിറക്കുമെന്ന് പറഞ്ഞു. ഏറ്റവും ഗൗരവമായി ഉണ്ടായൊരു പിഴവെന്ന് പറയുന്നത് നമ്മുടെ ധനകാര്യ സംവിധാനത്തിലെ രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളും. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ നമ്മുടെ സർക്കാരിൻ്റെ പുറത്തുള്ള ചില ആളുകളുടെ കയ്യിലേക്ക് എത്തി എന്നുള്ളതാണ് ഒരു പ്രധാന സംഗതി. ഇതാണ് ഇപ്പോൾ നമ്മുടെ ധവളപത്രം 5ാമത്തേതാണ്. 1987 നയനാർ ഗവൺമെൻറ്, പിന്നീട് ആന്റണി ഗവൺമെൻറ്, പിന്നെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്, പിണറായി ഗവൺമെൻറ് 2016, പിന്നെ ഇപ്പോൾ ഈ 5 എണ്ണത്തിൽ 4 എണ്ണം തയ്യാറാക്കപ്പെട്ടത് ധനകാര്യ ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം ഒരു സംസ്ഥാനത്തിന് ധനകാര്യ സ്ഥിതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂക്ഷിക്കുന്ന രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ചേർത്താണല്ലോ ഒരു ധനകാര്യ സ്ഥിതിയെക്കുറിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റുക. അത് ഗവൺമെൻറ് പുറത്തുള്ള 3 പേരെ ചുമതലപ്പെടുത്തി അത് ഏൽപ്പിച്ചിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സഭയോട് തന്നെ കാണിച്ചിട്ടുള്ള ഒരു അനാദരവായിട്ട് കാണാൻ കഴിയും. ഒരു ചട്ടലംഘനം എന്ന് തന്നെ ഒരുപക്ഷെ പറയാൻ പറ്റുന്ന നിലയിലാണ് ഈ തയ്യാറാക്കൽ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ രഹസ്യ സ്വഭാവ രേഖ ഇവർക്ക് ഏൽപ്പിച്ചു കൊടുത്തോ? ഗവൺമെന്റോ മുഖ്യമന്ത്രി കൊടുത്തോ? അങ്ങനെയാണ് ഇവർ തയ്യാറാക്കിയത്. അപ്പോൾ അത് വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ് ഇക്കാര്യം സംഭവിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഇന്ന് സഭയിൽ ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അദ്ദേഹം പറഞ്ഞത് ഇതുവരെയുള്ള എല്ലാം പൊളിറ്റിക്കൽ ഡോക്യുമെന്റാണ്, ഇത് വളരെ കൃത്യമായൊരു സംഗതിയാണെന്ന്. എന്നുവരെ അദ്ദേഹത്തിന് അടിസ്ഥാനപരമായൊരു പിശക് തന്നെ അദ്ദേഹം പറഞ്ഞേക്കുന്ന കാര്യം. സാമ്പത്തിക വൈദഗ്ധ്യമുണ്ടെന്ന് പറയപ്പെടുന്ന ആളുകൾ, അവരെ വ്യക്തിപരമായിട്ടൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അവരെല്ലാം ആ രംഗത്ത് വൈദഗ്ധ്യമുള്ളവർ തന്നെയാണ്. പക്ഷെ അങ്ങനെയുള്ളവർ തയ്യാറാക്കുമ്പോൾ പൊളിറ്റിക്കലായി യാതൊന്നുമില്ലാത്ത സംഗതിയാണെന്നും ഒരു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായി നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു സംവിധാനം തയ്യാറാക്കിയാൽ അത് കേവലമായൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണ് എന്ന മട്ടിലാണ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയേക്കുന്ന കാര്യം. 2 ഭാഗം ഇതിനകത്തുണ്ട്. ഒന്ന്, ഇങ്ങനെയുള്ള ആൾക്കാർ തയ്യാറാക്കിയ പൊളിറ്റിക്കൽ ഡോക്യുമെന്റായി മാറുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ്. 2ാമത്തെ ഭാഗം, ഒരു ഗവൺമെന്റിന്റെ നയത്തെ കൂടി അടിസ്ഥാനമാക്കിയാണ് സാമ്പത്തിക സ്ഥിതി വരുന്നത്. അത് പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും സാമ്പത്തിക അവസ്ഥ ഉണ്ടാവുന്നത് ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ രാഷ്ട്രീയ ലൈനിനെ കൂടി അടിസ്ഥാനമാക്കി സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ലെഫ്റ്റ് 10 വർഷം ഞങ്ങളെ ഭരിച്ചപ്പോൾ ഇടതുപക്ഷത്തിന്റെ സാമ്പത്തിക കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് സാമ്പത്തിക കാര്യം മുന്നോട്ട് പോയിട്ടുള്ളത്. UDF ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും അവരുടെ ലൈനിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതിനകത്ത് ഉള്ളടങ്ങിയിരിക്കുന്ന കാര്യമാണ് പൊളിറ്റിക്കലായിട്ടൊരു കാര്യം. ഒന്നത്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തി. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ശ്രീ AK ആന്റണിയും ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ 2 UDF ഗവൺമെന്റ് അവതരിപ്പിച്ചു ഉൾപ്പെടെ, ഇപ്പൊ ഞങ്ങൾ അവതരിപ്പിച്ച നയനാർ ഗവൺമെന്റിന്റെ കാലത്തെയോ പിണറായി ഗവൺമെന്റ് കാലത്തെയോ ഉള്ള വേണം രാഷ്ട്രീയമായിട്ട് അവർ പറയുമല്ലോ. പക്ഷെ അദ്ദേഹത്തിന് ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അവതരിപ്പിച്ചത് മാത്രം കൊള്ളാവുന്ന കാര്യം, ശ്രീ AK ആന്റണിയും ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ പിണറായി വിജയനും ശ്രീ നയനാരും ഈ 4 പേരുടെ കാലത്ത് അവതരിപ്പിച്ചതെല്ലാം ഒരു കാര്യമില്ല, ഒരു കേവല അർത്ഥത്തിലെ
ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു പദത്തിൻ്റെ ഒരു ഭംഗി ചേർത്തൊന്നും പറയുന്നതല്ല. വളരെ മോശം കാര്യം എന്നൊരു സെൻസിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത്. അത് വളരെ ഒരു മോശമായൊരു സാഹചര്യം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അതിലൊരു ബേസ് എന്ന് പറയുന്നത് എന്താ? അതിൽ പല കാര്യത്തെയും ഒരു സ്വകാര്യവൽക്കരണത്തിലേക്ക് നയിക്കാൻ പ്രാപ്തമാകുന്ന ചില സൂചനകളാണ് ഇതിലൂടെ കാണിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു സ്റ്റേറ്റിൻ്റെ ടോട്ടലായിട്ടുള്ളൊരു ധനകാര്യ അവസ്ഥയെ പറഞ്ഞിട്ട് ഈ അവസ്ഥയെ മറികടന്ന് കൂടുതൽ മെച്ചപ്പെടാൻ, നമ്മുടെ സ്റ്റേറ്റ് കൂടുതൽ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകാൻ ഇന്ന വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും എന്ന തരത്തിലേക്കുള്ളൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ട് അതിനകത്ത്. ഏതാണ്ടെങ്കിലും ഓൾട്ടർനേറ്റീവ് എന്ന് വേണേ തോന്നാവുന്നത് ശരി. വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളിൽ ഞങ്ങൾ ഈ പൊതു സംവിധാനം വിട്ട് സ്വകാര്യ മേഖലയിലേക്ക് കടക്കുമെന്നൊരു സൂചനയാണ് ഈ ധവളപത്രത്തിന്റെ ഒരു ഭാഗം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അതാണ്. ശരി. ശ്രീ റോണി കെ ബേബി, ഒരു ചെറിയൊരു സാങ്കേതിക പ്രശ്നമുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിലേക്ക് ഉടൻ വരാം. കാരണം താങ്കൾ ഇപ്പോൾ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് 2 രാഷ്ട്രീയ വിമർശനങ്ങളാണ്. ഒന്ന് ഈ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന് അദ്ദേഹം പറഞ്ഞത്, പിന്നെ ഇതിന്റെ ബജറ്റ് രഹസ്യങ്ങളടക്കം കേരളത്തിന്റെ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട സർക്കാർ രഹസ്യങ്ങളടക്കം പുറത്തേക്ക് പോയിരിക്കുന്നുവെന്നും. അത് രണ്ടിനും അദ്ദേഹം മറുപടി പറയട്ടെ. ശ്രീ ഡോക്ടർ CS ഷൈജുമോൻ, ഇവിടെ ഈ 5.07 ലക്ഷം കോടിയുടെ കടമാണ് സംസ്ഥാനത്തിനുള്ളത്. 77% നിർബന്ധിത റവന്യൂ ചെലവുകൾക്കായി നീക്കിവെക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള കണക്കുകളാണ് ഈ ധവളപത്രം പറയുന്നത്. ഇത് കേരളവുമായി ബന്ധപ്പെട്ട് എന്ത് ഒരു കാഴ്ചപ്പാടാണ് നൽകുന്നത്? ഇപ്പോൾ മുൻ സർക്കാരുകളെ പഴിക്കുമ്പോൾ അത് 2016 മുതലുള്ള സർക്കാർ മാത്രമല്ലല്ലോ അതിൻ്റെ പഴി ഏൽക്കേണ്ടത്. അതിന് മുൻപുള്ള UDF സർക്കാരുകളടക്കം ഇതിന് കാരണക്കാരായിട്ടില്ലേ? കൂടാതെ ഇതിനെല്ലാം പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു സാമ്പത്തിക മാനേജ്മെന്റായി ഈ ധവളപത്രം എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഈ ആമുഖമായിട്ട് പറയട്ടെ, ഈ ധവളപത്രം അല്ലെങ്കിൽ കേരള ഫിസ്ക്കൽ ഹെൽത്ത് എന്ന രീതിയിൽ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഇന്ന് നിയമസഭയിൽ ടേബിൾ ചെയ്യുകയുണ്ടായി മുഖ്യമന്ത്രി. ഇതിൽ എനിക്ക് തോന്നിയത്, ഒന്നാമത്തെ കാര്യം, വളരെ ആധികാരികമായിട്ട് ഒരു 60-70% കാര്യങ്ങളും കൃത്യതയോടെ ആധികാരികമായിട്ട് തന്നെ അവലോകനം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ സമയത്തിൻ്റെ പരിമിതി കൊണ്ടാകാം ബാക്കിയുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി വരുമാനം ജനറേറ്റ് ചെയ്യുന്ന പുതിയ കാര്യങ്ങൾ, അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നോൺ ടാക്സ് റവന്യൂ, അത് കാലാകാലങ്ങളായിട്ട് എല്ലാവരും നമ്മളൊക്കെ തന്നെ ഇത് ചർച്ച ചെയ്യുമ്പോഴൊക്കെ പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ പറയാറുള്ള കാര്യമാണ് ഇത്. അതിനുള്ള നയം എന്താണ്, എങ്ങനെയായിരിക്കും പോകേണ്ടത് എന്നുള്ളതിനെ പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ 5.07 ലക്ഷം കോടി എന്നുള്ളത് കൃത്യമായ കണക്കാണ്. കാരണം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഈ ഇൻ്ററിം ബഡ്ജറ്റിലും അത് പറയുന്നുണ്ട്. നമ്മുടെ പൊതു കടം എന്ന് പറയുന്നത് ഏകദേശം 5.07 ലക്ഷം കോടി രൂപയിൽ എത്തി നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അത് 5.57 ലക്ഷം കോടി രൂപയിലേക്ക്, അതായത് 50,000 കോടി രൂപയുടെ കടം വീണ്ടും ബാധ്യത വരികയും അതിലേക്ക് പോകുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് അങ്ങനെ ചോദിച്ചതുപോലെ ഇത് ഇപ്പോഴുള്ളത് മാത്രമല്ല, ഇത് അക്യുമുലേറ്റഡ് ഡെറ്റ് ആണ്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇപ്പം നമ്മൾ 2015-16, 2025-26 ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ അനുസരിച്ച് നോക്കിയാൽ ഇപ്പോൾ സാലറി ആയാലും പെൻഷൻ ആയാലും ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ആയാലും കൂടിയിരിക്കുന്നത് വളരെ അധികമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ പെർസെൻറ്റേജ് വെച്ച് സാലറി കുറഞ്ഞിട്ടുണ്ടെങ്കിലും പെൻഷനും ഇൻട്രസ്റ്റ് റേറ്റ് ബാധ്യതകളും വളരെ വലുതായിട്ട്, അതിലിപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്, പലിശ ബാധ്യത വളരെ വലുതായിട്ട് സർക്കാരിന് കൂടിയിട്ടുണ്ട്. നമുക്ക് സർക്കാർ ചെലവാക്കുന്ന ഓരോ 5 രൂപയിൽ 4 രൂപയും ഈ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ, സാലറി, പെൻഷൻ, ഇൻട്രസ്റ്റ്, ഇത് 3-നുമായിട്ടാണ് പോകുന്നതെന്നുള്ളതാണ്. അതാണ് ഈ 77% അങ്ങനെ പോകുന്നു. ബാക്കി 23% മാത്രമാണ് എല്ലാവിധ കാര്യങ്ങൾക്കും, ഈ വെൽഫെയർ പെൻഷൻ കൊടുക്കാനും ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിനും കൃഷിക്കും ഗവൺമെന്റിന്റെ ഭരണത്തിനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കപ്പെടുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉൾപ്പെടെ ഈ 23%-ലാണ്. അതുകൊണ്ടാണ് നമ്മുടെ മൊത്തം കേരളത്തിൻ്റെ ദേശീയ വരുമാനത്തിൻ്റെ 1.3% മാത്രമാണ് ഈ ഡെവലപ്മെന്റൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, മൂലധന ചെലവായിട്ട് പോകുന്നത്. ഈ മൂലധന ചെലവ് ഇല്ലാതിരിക്കുമ്പോൾ, അതായത് 10,000 കോടി താഴെ മൂലധന ചെലവ് ഓരോ വർഷവും ഇല്ലാതിരിക്കുമ്പോൾ അത് ഭാവിയിൽ ഈ കടമെടുക്കൽ, നമ്മൾ തിരിച്ചടവ് പ്രശ്നങ്ങളാവും. കാരണം വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഇൻകം ജനറേറ്റ് ചെയ്യുന്നില്ല, എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നില്ല. അത് ഒരു കാര്യം പ്രധാനമായിട്ട് പറഞ്ഞു. അടുത്തൊരു കാര്യം ഇതിനകത്ത് പറയുന്നത്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രൈവറ്റ്
സെക്ടറിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ളത്. ഇത് വളരെ കാലം കൊണ്ട് നമ്മൾ പറയുന്ന കാര്യമാണ്. പ്രൈവറ്റ് സെക്ടറിന് മാത്രമാണ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഒരു സമ്പദ് വ്യവസ്ഥയിൽ ചെയ്യാൻ പറ്റുക. പക്ഷേ ഇത് എത്രത്തോളം കേരളത്തിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വരുമെന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ കഴിഞ്ഞ ഗവൺമെന്റുകളുടെ കാലത്തിലല്ല, ഈ കഴിഞ്ഞ 10 വർഷം മാത്രമല്ല, ഇതിന് മുന്നുമൊക്കെ നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വളരെ വലിയ മീറ്റിങ്ങുകൾ കൂടാറുണ്ട്. നമ്മുടെ സെക്രട്ടറിമാരും ഗവൺമെന്റും ഒക്കെ പല രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ഇൻവെസ്റ്റ്മെന്റുകൾ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വരാതിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് അട്രാക്ട് ചെയ്യാൻ ചെയ്യുന്നത്, അതിന്റെ നയങ്ങൾ എന്തൊക്കെയാണ്? ഒരുപക്ഷെ ബഡ്ജറ്റിൽ അത് പറയുമായിരിക്കും. എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞാനും അതിനോട് സപ്പോർട്ട് ചെയ്യുകയാണ്. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടണം, തീർച്ചയായിട്ടും കൂട്ടണം. അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞാണ് ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന്റെ കാര്യം പറഞ്ഞു. 132 പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലും കൂടി വളരെ വലിയൊരു തുകയാണ് നമ്മൾ ബാധ്യതയായിട്ട് വരുന്നത്. പലതും കെടുകാര്യസ്ഥത കൊണ്ടും നമ്മുടെ എക്സ്പെൻഡിച്ചറിന്റെ പ്രശ്നങ്ങൾ കൊണ്ടുമൊക്കെയാണ്. അത് ലാഭകരമാക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഇത് പൊതു സ്ഥാപനങ്ങളാണ്, പൊതു നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അത് ലാഭത്തിൽ ഓടണമെന്നില്ല, പക്ഷെ കടം കുറയ്ക്കണം. നമ്മൾ ഈ വരുമാനം കൂട്ടണമെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എക്സ്പെൻഡിച്ചർ നാഷണലൈസേഷൻ ചെയ്താൽ മാത്രമേ വരുമാനം കൂട്ടൂ. വേറൊരു കാര്യം ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ, നമ്മുടെ ഈ കൺസംഷൻ, നമ്മുടെ ഇവിടുത്തെ ഉപഭോഗമാണ് ഏറ്റവും പ്രധാനം. മറ്റ് സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ സാധനങ്ങൾ വരുന്നത്. പക്ഷെ ഉപഭോഗം എന്ന് പറയുന്നത് NRI റെമിറ്റൻസസ് ഇൻഡ്യൂസ്ഡ് ഉപഭോഗമാണ്. അത് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വരുന്നത് കാരണം നമ്മുടെ ഇവിടുത്തെ ക്രയവിക്രയങ്ങളും സാമ്പത്തിക പ്രവർത്തനവും വളരെ ലോ ലെവലിലാണ്. സാമ്പത്തിക പ്രവർത്തനം ഒട്ടും തന്നെ ഇല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ അവസ്ഥ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നം, സർക്കാരിലേക്ക് ടാക്സ് ആയിട്ടും മറ്റും കിട്ടുന്ന വരുമാനം, അല്ലെങ്കിൽ സർക്കാരിന്റെ പല വരുമാന സ്രോതസ്സുകളും ഇല്ലാതാകും. അതുകൊണ്ട് എവിടുന്നാണ് ഇനിയും ഇതിനകത്ത് കുറെ റാഷണലൈസേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും, എക്സ്പെൻഡിച്ചർ കുറയ്ക്കാനും റീസ്ട്രക്ചർ ചെയ്യാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും, കൂടുതൽ അധിക വരുമാനം എവിടുന്ന് കണ്ടെത്താൻ പോകുന്നു എന്നുള്ളത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ബാക്കി നിൽക്കുന്നു. ശരി, ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഇപ്പോൾ സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്, കാരണം അവിടെ മാത്രമേ തൊഴിൽ ഉണ്ടാകുകയുള്ളൂ എന്നൊക്കെ കുറെ നാളുകളായി നാം കേൾക്കുന്നതാണ്. പക്ഷെ അതൊക്കെ പൊതുമേഖലയെ ബലി കൊടുത്തുകൊണ്ട്, അതല്ല എങ്കിൽ പൊതുഭരണ സംവിധാനത്തിൽ വലിയ തോതിലുള്ള പിൻവാങ്ങൽ നടത്തിക്കൊണ്ട്, അങ്ങനെയാണോ അത് ചെയ്യേണ്ടത്? അതാണ് കേരളം എപ്പോഴും ഡിബേറ്റ് ചെയ്തിട്ടുള്ളത്. കേരളത്തിൻ്റെ ഒരു പ്രതിരോധം പോലും അതാണ്. കേരള മോഡൽ എന്ന് പറയുന്നതും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നുകിൽ അത് കാലാനുസൃതമായി പരിഷ്കരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ അത് സ്വകാര്യവൽക്കരിക്കുക. അതിൻ്റെ ഭൂമി അടക്കമുള്ള മറ്റ് ഇപ്പോൾ ഉപയോഗിക്കാതിരിക്കുന്ന ആസ്തികളുണ്ട്, അത് സ്വകാര്യ മേഖലയ്ക്ക് നൽകാൻ നോക്കുക. കർശനമായ നടപടികൾ, തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കുമ്പോഴും കർശനമായ നടപടികൾ എടുക്കാൻ തന്നെ മുതിരുക. ഇങ്ങനെയൊക്കെ ഒരു വശത്ത് പറയുന്നു. ഇനി മറുവശത്തോ ഈ സർക്കാർ ജീവനക്കാരുടെ പ്രായപരിധി വിരമിക്കൽ പ്രായപരിധി ഉയർത്തി കേന്ദ്ര സർക്കാരിൻ്റെ അതേ തലത്തിലേക്ക് എത്തിക്കുക, ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കുക. ഇങ്ങനെയൊക്കെ പറയുക വഴി എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? നിയമന നിരോധനം, തൊഴിൽ നഷ്ടം, സ്വകാര്യ മേഖലയിൽ മാത്രം തൊഴിലുണ്ടാവുക എന്ന് പറയുന്ന അവസ്ഥ. ഈ ലേബർ കോഡൊക്കെ വന്നിരിക്കുന്ന സ്ഥിതിക്ക് പിന്നെ അവകാശങ്ങളില്ലാതെ അടിമപ്പണിക്ക് തുല്യമായ തൊഴിൽ മേഖല ഉണ്ടാക്കുക, അല്ലെങ്കിൽ തൊഴിൽ ശക്തി ഉണ്ടാക്കുക. ഈ രൂപത്തിലേക്കല്ലേ കേരളത്തിൻ്റെ ഒരു ചുവടുമാറ്റം കാണുന്നത്? വേണു വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഈ വൈരുദ്ധ്യം, വേണു ഈ പറഞ്ഞ വൈരുദ്ധ്യം ഇതിനുടനീളം നിലനിൽക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ ധവളപത്രം അവതരിപ്പിച്ചതിന് ശേഷം മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനം ശ്രദ്ധിക്കുക. അദ്ദേഹം അതിനകത്ത് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടിയല്ല ബിസിനസ് നടത്തുക എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഈസ് ഓൺലി എ ഫെസിലിറ്റേറ്റർ. അതുകൊണ്ട് ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഗവൺമെൻറ് പിൻവാങ്ങുന്നു എന്നുള്ളൊരു സൂചന അതിൽ കൊടുക്കുന്നുണ്ട്. അത് തന്നെ ഈ ധവളപത്രത്തിൻ്റെ അകത്തും അത് വളരെ വ്യക്തമായി നിലനിൽക്കുന്നുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ എല്ലാ കാര്യങ്ങളുടെയും സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയാണെന്നുള്ളൊരു കണ്ടെത്തൽ ചില ആളുകൾക്കുണ്ട്. അതുകൊണ്ട് അത് എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? ഉദാഹരണത്തിന് നമ്മൾ പല സംസ്ഥാനങ്ങളിലും വൈദ്യുതി വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് പോയ സ്ഥിതിയുണ്ട്. ഇപ്പം നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പല ആനുകൂല്യങ്ങളും വൈദ്യുതി മേഖലയ്ക്ക് സഹായങ്ങളും കിട്ടണമെങ്കിൽ അത് പ്രൈവറ്റൈസ് ചെയ്യണം എന്നുള്ള നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അത് കേരളം അത് അനുകൂലിക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട സംസ്ഥാനങ്ങളുടെ വൈദ്യുതിയുടെ നിരക്കുകൾ എങ്ങനെയാണ്, അവിടുത്തെ വൈദ്യുതി വിതരണത്തിൻ്റെ സ്ഥിതി എന്താണ്, ഊർജ്ജ ആവശ്യങ്ങളുടെ കാര്യത്തിൽ അവിടെ നേരിടുന്ന പ്രതിസന്ധി എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ധവളപത്രം ഉടനീളം പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടം 72,000 ചില്ലാനും കോടി രൂപ എന്ന് പറയുന്ന
ഭീമമായൊരു തുകയാണെന്ന് എടുത്ത് ഇതിനകത്ത് പറയുകയാണ്. ഈ നഷ്ടം എങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായതാണോ, കഴിഞ്ഞ 2 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലത്തുണ്ടായതാണോ? ഇത് അക്യൂമുലേറ്റഡ് ലോസാണ്, സഞ്ചിത നഷ്ടമാണ്. ഇക്കണ്ട കാലം അത്ര ഇത് പ്രവർത്തനത്തിൽ നടന്ന കാലത്ത് ഇത് ആ സഞ്ചിത നഷ്ടത്തിലേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് ഇത് വിധേയമാക്കുന്നില്ല. നമ്മൾ ധനപരമായിട്ട് മാത്രം അതിനെ ഓഡിറ്റ് ചെയ്യണം. ഉദാഹരണം നമ്മൾ എടുക്കുക, KSRTC നഷ്ടത്തിലാണ്. നമ്മൾ ധനപരമായിട്ട് അതിൻ്റെ ഫിസിക്കൽ ആസ്പെക്റ്റ് മാത്രം എടുക്കുമ്പോൾ വലിയ പ്രതിസന്ധിയാണ്, നഷ്ടത്തിലാണ്. പക്ഷേ KSRTC സോഷ്യലി നടത്തുന്ന സംഭാവനകളെ എത്രമാത്രം നമ്മൾ അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്? KSRTC ഇല്ലായിരുന്നെങ്കിൽ പഠിക്കാൻ പോകാതെ പോലും പറ്റാതിരുന്ന എത്രയോ ആളുകൾ കേരളത്തിലുണ്ടാകുമായിരുന്നു. ആ കൺസെഷൻ ടിക്കറ്റ് ഇല്ലായിരുന്നെങ്കിൽ വിദ്യാഭ്യാസം തരം നിലച്ചു പോകുന്ന ആളുകളുണ്ടായിരുന്നില്ലേ? അതുപോലെ തന്നെ പല റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിലേക്കും KSRTC നടത്തുന്ന സർവീസുകൾ ലാഭത്തിന് വലിയ നഷ്ടത്തിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടൊരു പൊതുമേഖലാ സ്ഥാപനത്തെ നമ്മൾ അങ്ങനെ ഒരു ബ്രാക്കറ്റ് ചെയ്ത് അത് നഷ്ടം കണക്ക് ആ ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ബോട്ടം ലൈനിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാണിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് ഒരു ക്രൈറ്റീരിയ എന്ന് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ധവളപത്രം മൊത്തത്തിൽ എടുക്കുന്നൊരു പൊസിഷനുണ്ട്. ആ പൊസിഷനെയാണ് നമ്മൾ കാണേണ്ടത്. ആ പൊസിഷൻ ഇതാണ്, സ്വകാര്യവൽക്കരണം. ഇതിനകത്ത് പല പൊതുമേഖലാ സ്ഥാപനങ്ങളെയും റീസ്ട്രക്ചർ ചെയ്യുകയോ അതിൻ്റെ ഓഹരികൾ വിൽക്കുകയോ ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ എന്നുള്ള കാര്യം പോലും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏതേത് മേഖലകളിലേക്കാണ് അത് വരുന്നത്? അത് കേരളം പോലൊരു സംസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ലേബർ കോഡുകൾ വന്നിരിക്കുന്നു, സ്ഥിരമായ തൊഴിലില്ല, എല്ലാം കോൺട്രാക്റ്റ് തൊഴിലുകളാണ്, എപ്പോൾ വേണമെങ്കിലും പറഞ്ഞുവിടാം. ഈ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ തൊഴിൽ മേഖലയെയും കേരളത്തിലെ യുവാക്കളെയും അവരുടെ ശേഷിയൊക്കെ തള്ളിവിടുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്ന സാമൂഹ്യ പ്രത്യാഘാതത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കണം. അവിടെ എല്ലാം നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ കണക്കുകളുടെ അക്കൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ ലൈനിൽ ബോട്ടം ലൈനിൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടോ എന്ന് മാത്രം കണ്ടുകൊണ്ടുപോകുന്നൊരു സ്ഥിതിവിശേഷം ശരിയായ രീതിയല്ല. ആ രീതിയിൽ വിലയിരുത്തുന്നത് ഈ ധവളപത്രം പല കാര്യങ്ങളെയും ആ കാഴ്ചപ്പാടിലൂടെ കാണുന്നു എന്നുള്ളൊരു അപകടം ഉണ്ട്. അത് മാത്രമല്ല, സംസ്ഥാനം എന്തോ വലിയ പ്രതിസന്ധിയിലാണ്, വലിയ തോതിലുള്ളൊരു കുഴപ്പത്തിലേക്ക് സംസ്ഥാനം പോയിരിക്കുന്നു, അത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് മാത്രം ഉണ്ടായതാണ് എന്നുള്ളൊരു പ്രതീതിയൊക്കെ പൊതുവിൽ സൃഷ്ടിക്കാൻ ധവളപത്രം വല്ലാതെ കിളഞ്ഞു പരിശ്രമിക്കുകയാണ്. അതുകൊണ്ട് അതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റായിട്ട് മാറുകയാണ്. കാരണം വാസ്തവത്തിൽ നമ്മളെടുക്കുക, സംസ്ഥാനത്തിൻ്റെ ധനകാര്യ പൊസിഷനിൽ നല്ല പല പ്രവണതകളും ഉണ്ടായിട്ടില്ലേ? ഉദാഹരണത്തിന് ഡെപ്റ്റ് GSDP റേഷ്യോ, ശരി കേരളത്തിന്റെ പൊസിഷൻ. ഞാൻ വരാം ശ്രീ ജോർജ് ജോസഫ് വരാം. അല്ല, അടുത്ത ഘട്ടത്തിൽ താങ്കൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറയുകയും ചെയ്യാമല്ലോ. ശ്രീ റോണി കെ ബേബി MLA, ഇവിടെ കഴിഞ്ഞ 10 വർഷമായി 2 പിണറായി സർക്കാരുകളാണോ കേരളത്തെ ഇത്ര വലിയ കുഴപ്പത്തിൽ കൊണ്ടു ചെന്നാക്കിയത്? പത്ത് വർഷം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചോ ഒരു രാജ്യത്തെ സംബന്ധിച്ചോ ഒരു ചെറിയ കാലയളവല്ല, അത് വളരെ നിർണായകമായൊരു കാലയളവാണ്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട സാമ്പത്തിക വിദഗ്ധൻ ഇവിടെ പല കണക്കുകളും പറയുന്നത് കേട്ടു. പക്ഷേ എന്തുകൊണ്ടാണ് 2016 സാഹചര്യം 2026 സാഹചര്യത്തിൽ വരുമ്പോൾ നമുക്ക് ഗുണപരമായി എന്ത് മാറ്റമുണ്ടായി എന്നാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. ആ ഗുണപരമായ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ ഒരു നേർ സാക്ഷ്യമാണ് ഇന്ന് നിയമസഭയിൽ ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി, ധനകാര്യ വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവതരിപ്പിച്ച അല്ലെങ്കിൽ ടേബിൾ ചെയ്ത ആ ധവളപത്രത്തിൽ വൈറ്റ് പേപ്പറിൽ വളരെ കൃത്യമായി പറയുന്നത്. ഒരു കണക്ക് മാത്രം പറയാം. ഇപ്പോൾ കേരളത്തിൽ പൊതുകടം എത്തി നിൽക്കുന്നത് 5.7 ലക്ഷം കോടി രൂപയിലാണ്. 2016 കണക്ക് നോക്കുക, 1,60,000 കോടിയാണ്. ആ 1,60,000 കോടിയിൽ നിന്ന് നമ്മൾ നോക്കണം, ഈ ഇവിടെ സഞ്ചിത കടത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, 1957 ഒന്നാം സർക്കാർ മുതൽ 2016 വരെ ഉണ്ടായ സഞ്ചിത കടം 1,60,000 കോടിയാണെങ്കിൽ അത് 10 വർഷം കൊണ്ട് 3 ഇരട്ടിയായി മാറിയത് അത് സ്വാഭാവികമാണെന്ന് പറയാൻ കഴിയില്ല, അത് അസ്വാഭാവികം തന്നെയാണ്. ഇവിടെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇടതുപക്ഷം ഇവിടെ CPM ഉൾപ്പെടെയുള്ള LDF പ്രചരിപ്പിച്ച നുണപ്രചരണങ്ങൾ ഈ സർക്കാർ ഭരണത്തിൽ നിന്ന് മാറിയപ്പോൾ പോലും ഇവരെന്താ പറയുന്നത്? ഖജനാവിൽ 6,000 കോടി രൂപ മിച്ചമുണ്ടായിരുന്നു, അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. മുൻ ധനകാര്യമന്ത്രി ബാലഗോപാൽ ഉൾപ്പെടെ CPM നേതാക്കൾ ഉൾപ്പെടെ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ 6,000 കോടി രൂപയാണ് ഖജനാവിൽ അവശേഷിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയത്.
ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ വി ഡി സതീശൻ അന്ന് പറഞ്ഞു ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുകയാണ്. ഇന്ന് കണക്ക് വന്നപ്പോൾ ഒരു കാര്യം 50,000 കോടി രൂപയാണ് വിവിധ മേഖലകളിൽ കൊടുത്തു തീർക്കാനുള്ളത്. ഈ 6,000 കോടി രൂപ ഖജനാവിൽ ഇവർ നീക്കിയിരിപ്പ് വെച്ചിരുന്നെങ്കിൽ, ബാക്കിയാക്കിയിരുന്നെങ്കിൽ എങ്ങനെയാണ് ഈ 50,000 കോടി രൂപ ഈ സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ, നമുക്കറിയാം സപ്ലൈകോയിൽ സബ്സിഡി ഇനത്തിൽ ഉൾപ്പെടെ, കരാറുകാർക്കുൾപ്പെടെ, റോഡ് കോൺട്രാക്ട് ചെയ്ത ആളുകൾക്കുൾപ്പെടെ, പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള ഗ്രാന്റ് ഉൾപ്പെടെ എത്രയോ മേഖലകളിലാണ് 48,000 കോടി രൂപയാണ് കൊടുത്തു തീർക്കാനുള്ളത്. അപ്പോൾ വളരെ ഭീമമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എത്രയാണ് സംസ്ഥാനത്തിന്റെ പദ്ധതി ചെലവ് എന്ന് പറയുന്നത്? വെറും 18% താഴെയാണ്. അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വെറും 3% താഴെയാണ്. ഇങ്ങനെ ഒരു സംസ്ഥാനത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? സംസ്ഥാന വരുമാനത്തിന്റെ 80% എന്ന് പറയുന്നതും ഇന്ന് റവന്യൂ ചെലവാണ്, അല്ലെങ്കിൽ മറ്റ് കടം, അതിൽ 20% കടബാധ്യതയായി ഓരോ വർഷം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കിഫ്ബി ഉൾപ്പെടെ 21,000 കോടിയാണ് ഇപ്പോൾ കിഫ്ബിയിൽ തന്നെ കടബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭീമമായ ഒരു അവസ്ഥയിലേക്ക് പോയപ്പോൾ ഇവിടെ ശ്രീ റോണി കെ ബേബി ഒരു സെക്കൻഡ് സാർ ശ്രീ റോണി കെ ബേബി ഇവിടിപ്പോ ശ്രീ റോണി കെ ബേബി ഇവിടിപ്പോ ഏറ്റവും പെരുപ്പിച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് സംസ്ഥാനത്തിന്റെ കടമാണ്, 5.07 ലക്ഷം കോടിയുടെ കടമെന്ന്. അത് പക്ഷേ ബജറ്റ് എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ട കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തി ഈ ധവളപത്രം പറയുന്നതാണ്. അതേസമയം റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വന്നിട്ടുണ്ട്, അതിൻ്റെ പുതിയ കണക്കുകളും വന്നിട്ടുണ്ട്. അതിൽ 4.9 ലക്ഷം കോടിയുടെ കടബാധ്യതയാണ് സംസ്ഥാനത്തിനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അത് കാതലായ വ്യത്യാസമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എങ്കിൽ പോലും ആശങ്ക ഉയർത്തിക്കൊണ്ടത് 5 ലക്ഷത്തിനും അപ്പുറത്തേക്ക് കടം ഉയർന്നിരിക്കുന്നു എന്ന് പറയുന്നതിന് ഉള്ളൊരു മറുപടിയാണത്. 4.9 ലക്ഷം കോടിയാണ് സംസ്ഥാനത്തിൻ്റെ കടം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുകയാണ് അങ്ങനെ 5.07 ലക്ഷം സംസ്ഥാനത്തിൻ്റെ കടം, സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ ഇനത്തിൽ പോകുന്നു. അങ്ങിപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ പലിശയ്ക്ക് മാത്രം 20%. അതും യഥാർത്ഥ കണക്കല്ല. കാരണം ഈ പറയുന്നത് ഈ തനത് വരുമാനത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ എത്തുന്ന കണക്കാണ് ഈ 77% എന്ന് പറയുന്നത്. കേന്ദ്രവിഹിതം ഒഴിവാക്കിയുള്ളതാണ് ആ കണക്ക് ഈ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയല്ലാതെ കേന്ദ്രവിഹിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ചേർക്കുമ്പോൾ ഇത് 42% കുറയുന്നു. അപ്പൊ നിങ്ങൾക്കിഷ്ടമുള്ള കണക്ക് പുസ്തകം മാത്രമായി ധവളപത്രം ചുരുങ്ങിയിട്ടുണ്ടോ? ഇവിടെ ഇന്ന് നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച കണക്ക് പുസ്തകം മാറ്റിവെക്ക്, അതാണല്ലോ ഇപ്പോൾ അങ്ങ് വിമർശിക്കുന്നത്. ഇപ്പോൾ അങ്ങ് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് പിന്നെ വാസ്തവ വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞല്ലോ. ഈ 2026 തൊട്ട് മുൻപ് 2-3 മാസങ്ങൾക്ക് മുമ്പാണല്ലോ ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിന്റെ ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. അങ്ങ് ആ ബജറ്റിലെ കണക്കുകൾ നോക്ക്. ബജറ്റിന്റെ ടോട്ടൽ ഔട്ട്ലേ എന്ന് പറയുന്നത് 2 ലക്ഷം കോടിയാണ്. അതിൽ തന്നെ 50,000 കോടി രൂപ കടമാണ്. ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ആ ബജറ്റിൽ തന്നെ ഞാൻ പറയാം, ഞങ്ങളുടെ ഡോക്യുമെന്റ് മാറ്റിവെക്ക്. LDF സർക്കാർ മുന്നിൽ വെച്ച ബജറ്റ് വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. ആ ബജറ്റിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് വെറും 18,000 കോടിയേ ഉള്ളൂ. 10% പോലും വരുന്നില്ല. 10% താഴെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. LDF സർക്കാരിന്റെ LDF സർക്കാർ തന്നെ പറയുന്നത് 1.5 ലക്ഷം കോടി രൂപയാണ് വരവായി, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ നികുതിയും നികുതിയേതര വരുമാനവുമായി പ്രതീക്ഷിക്കുന്നത്. 50,000 കോടി ബോറോ ചെയ്യണം എന്ന് പറയുന്നത് LDF സർക്കാരിന്റെ തന്നെ ബജറ്റിലെ കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ ഞങ്ങൾ പറഞ്ഞതിനകത്ത് വാസ്തവരുത്തമുള്ളത്? ഇപ്പം അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. 4,90,000 യഥാർത്ഥ കടം. ഞങ്ങൾ ഒരു 17,000 കൂട്ടി പറഞ്ഞു. അങ്ങ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ നോക്ക്. സംസ്ഥാനത്തെ മുഴുവൻ ട്രഷറിയെ മോണിറ്റർ ചെയ്യുന്ന RBIയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകളിൽ പോലും കേരളത്തിലെ പൊതുകടം ഒരു വർഷം മുൻപേ എന്ന് പറയുന്നത് 4,70,000 കോടിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം. അപ്പോൾ അതിൽ നിന്നും എത്രയോ മാറ്റം വന്നിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സാങ്കേതികമായി ഒരു 17,000 കോടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് പറയുന്നതിനകത്തല്ല. കാരണം അങ്ങനെയെങ്കിൽ എങ്ങനെയും ഇത്രയും ഭീമമായ 4,90,000 കോടി എന്ന് പറയുന്നത് 2016 3 ഇരട്ടിയായി മാറിയിരിക്കുന്നു. അങ്ങേക്ക് കണക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അപ്പോൾ ഇതാണോ ഇവരുടെ സാമ്പത്തിക മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഇവിടെ പറയുന്നത് കേട്ടു. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി, എന്നിട്ട് എനിക്ക് ഇടവേളയിലേക്ക് പോകണം. ശ്രീ റോണി കെ ബേബി, ഒരു സെക്കൻഡ്. ഈ ഡെപ്റ്റ് GSDP റേഷ്യോ വെച്ചുകൊണ്ടാണ് നിങ്ങളിത് പറയുന്നത്, ഈ കടബാധ്യതയുടെ പെരുക്കപ്പട്ടിക. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അങ്ങ് RBIയുടെ കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. C&AGയും നിങ്ങളെ സംബന്ധിച്ചൊരു വിശുദ്ധ പശുവാണല്ലോ. കിഫ്ബിയുടെ കാര്യത്തിലൊക്കെ C&AG പറയുന്നതിനേക്കാൾ മുൻപ് ആ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞ ഒരാളാണല്ലോ VD സതീശൻ. അപ്പോൾ അതിനകത്ത് C&AGയുടെ കണക്ക് തന്നെ എടുക്കുക. അങ്ങനെയെങ്കിൽ ആഭ്യന്തര കടം വളർന്നതിന്റെ തോതിൽ കേരളം 18ാം സ്ഥാനത്താണെന്നാണ് C&AG റിപ്പോർട്ട്. അപ്പോൾ അതോ RBI മാത്രമല്ലല്ലോ ആധാരമാക്കേണ്ടത്.
ഈ ദേശീയ ശരാശരിയുടെ കണക്കുകൾ നോക്കുക. അഖിലേന്ത്യാ തലത്തിൽ പോലും 28% GSDP-യുടെ ഈ പറയുന്ന ഡെപ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. കേരളത്തിൽ അത് 34% ആണ്. ഏറ്റവും പിന്നെ ഇവർ പറയുന്ന ഈ 18ാമത്തെ കണക്ക് 18ാമത്തെ സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വളരെ കൃത്യമായി പറയാം. ഇത് നീതി ആയോഗ് ഉൾപ്പെടെ കേന്ദ്ര ഈ പറഞ്ഞ കൃത്യമായ 34% ആണ് കേരളത്തിന്റെ ഡെപ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് GSDP-യുടെ. അപ്പൊ അങ്ങനെയെങ്കിൽ RBI വിശ്വസിക്കാം, അങ്ങനെയെങ്കിൽ നിങ്ങൾ പറ. ഞാൻ ഒരൊറ്റ സിമ്പിൾ കണക്ക് ചോദിക്കട്ടെ. ഇവിടെ ഇടതുപക്ഷത്തിന്റെ ആള് നിഷേധിക്കട്ടെ. കഴിഞ്ഞ സാമ്പത്തിക വർഷം 84 ദിവസമാണ് ഓവർ ഡ്രാഫ്റ്റിലൂടെ സംസ്ഥാനം കടന്നുപോയത്. 2025-ൽ 2024 67 ദിവസമാണ് ഓവർ ഡ്രാഫ്റ്റിലൂടെ കേരളം കടന്നുപോയത്. 2024 125 ദിവസമാണ് വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് കേരളം എടുക്കേണ്ടി വന്നത്. ഇതൊക്കെ എന്ന് പറയുന്നത് തകർന്ന് തരിപ്പണമായ പാപ്പരായ ഒരു ട്രഷറി അടച്ചുപൂട്ടേണ്ടി വന്നു. എന്താ നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ അടച്ചുപൂട്ടിയില്ല എന്നൊക്കെ നമുക്ക് സാങ്കേതികമായിട്ട് പറയാം. ഓവർ ഡ്രാഫ്റ്റ് എന്താന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ സാമ്പത്തിക ശാസ്ത്രം അറിയാവുന്നവർക്കറിയാം. ട്രഷറി അടച്ചുപൂട്ടലിന് വക്കിലായി. അല്ല, ശ്രീ റോണി കെ ബേബി ഈ ധവളപത്രം ഓരോ മാസത്തെയും അവസ്ഥ എല്ലാം ഇങ്ങനെ കണക്കൂട്ടി എടുത്തല്ലോ ട്രഷറിയുടെ സ്ഥിതി എന്താണ് എന്ന്. ഇപ്പൊ 24-25 സാമ്പത്തിക വർഷം 12-ൽ 10 മാസം ഈ പറയുന്ന നെഗറ്റീവ് ബാലൻസ്. ഇപ്പൊ അതിനുശേഷമുള്ള സാമ്പത്തിക വർഷം 25-26-ൽ 7 മാസം നെഗറ്റീവ് ബാലൻസ്. ഇങ്ങനെയൊക്കെ എല്ലാ മാസത്തെയും കണക്ക് കൃത്യമായി എടുക്കുന്നുണ്ടായിരുന്നല്ലോ. അതെല്ലാം ഇന്നിപ്പോൾ ഈ ധവളപത്രത്തിലുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ VD സതീശൻ മീഡിയ റൂമിൽ നടത്തിയല്ലോ. ശ്രീ റോണിക്ക് അതും അറിയുന്നതാണല്ലോ. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊള്ളണം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു കാര്യമാണ് ട്രഷറി ബാലൻസ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, ബാലൻസിൽ ഒരു കാര്യവുമില്ല. നിങ്ങളീ പറയുന്ന 6000 എന്ന് പറയുന്നത് മാർച്ച് മാസമാണ് ഉണ്ടായിരുന്ന 6000 കോടി. ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഈ മാസം 18-ന്, 16-ാം തീയതിയിലെ സ്ഥിതി എന്ന് പറയുന്നത് 2200 കോടി. ഇതാണല്ലോ വലിയ എന്താ പറയേണ്ടത് കബളിപ്പിക്കൽ കഴിഞ്ഞ സർക്കാർ നടത്തി ട്രഷറി ബാലൻസുമായി ബന്ധപ്പെട്ടെന്ന് നിങ്ങൾ പറയുന്ന കണക്ക്. അതേപ്പറ്റി വിശദീകരിക്കുമ്പോൾ VD സതീശൻ പറഞ്ഞാണ് 2200-നെയും എങ്ങനെയാണ് അദ്ദേഹം ചുരുക്കുന്നതെന്ന് കേട്ടുകൊള്ളണം. ബാലൻസിൽ ഒരു കാര്യവുമില്ല. കാരണം ഓരോ സമയത്തും വരുന്ന പൈസയാണ്. ഇത് തന്നെ എന്നാ പിന്നെ ഈ പറയുന്ന 12 മാസത്തിൽ 10-ലും നെഗറ്റീവ് ബാലൻസ് എന്ന് പറയുന്നതും ഏറ്റവും ഒടുവിലത്തെ സാമ്പത്തിക വർഷത്തിൽ 7 തവണ നെഗറ്റീവ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഈ യുക്തി എവിടെ പോകുന്നു? ബാലൻസിലൊന്നും ഒരു കാര്യവുമില്ല. കാരണം ഓരോ സമയത്തും വരുന്ന പൈസയാണ് എന്ന് ഇവിടെ ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ VD സതീശൻ പറയുന്നുണ്ടല്ലോ. ഈ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പറയുന്ന 6000 കോടി, ഈ 6000 കോടി രൂപ എപ്പോൾ വന്നതാ? ഫെബ്രുവരി മാസം ഉണ്ടായിരുന്നതാണോ, മാർച്ച് മാസം ഉണ്ടായിരുന്നതാണോ, നമ്മുടെ ഖജനാവിലുണ്ടായിരുന്നോ? ഒന്നുമല്ല. മെയ് മാസം 2-ാം തീയതിക്ക് ശേഷം ബാലൻസിൽ ഒരു കാര്യവുമില്ല എന്ന് പറയുന്നുണ്ടല്ലോ. വരികയും പോവുകയും ചെയ്യുന്ന പണമാണ് എന്ന് പറയുന്ന അതേ നാവുകൊണ്ട് ബാലൻസ് ഇല്ല എന്ന് പറയുക, ബാലൻസ് ഉള്ളപ്പോൾ ബാലൻസിൽ ഒരു കാര്യവുമില്ല എന്ന് പറയുക. ഇതെന്ത് സമീപനമാണ്? അതുകൊണ്ടാണ് ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണ് എന്ന് പറയുന്നത്. അല്ല, ഒന്നുമില്ല. ഞാൻ ഒരു കൃത്യമായിട്ട് ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഭരണഘടനാപരമായ ബാധ്യതയാണ് ത്രിതല പഞ്ചായത്തുകൾക്ക് കൊടുക്കാനുള്ള പദ്ധതി വിഹിതം. ഇതുവരെ 3-ാം ഗഡു ഒറ്റ പറയും. ഇവർ 6000 കോടി പോക്കറ്റ് വെച്ചോണ്ടിരുന്നല്ലേ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇന്നേ വരെ കേരള സംസ്ഥാനത്തുണ്ടായിട്ടില്ല? കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ത്രിതല പഞ്ചായത്തുകൾക്കുള്ള 3-ാം ഗഡു ഇതുവരെ കൊടുത്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ കൊടുത്തിട്ടില്ല? ഏറ്റവും അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടത് അതല്ലേ? ഒരു കാര്യം ശരി, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുത്തിട്ടില്ല, കാരുണ്യക്ക് കൊടുത്തിട്ടില്ല, സപ്ലൈകോയ്ക്ക് കൊടുത്തിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ശരി അല്ലല്ല, ശരി, അതൊക്കെ ശരിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പറയുന്ന 48,000 കോടി, അതിൽ 21,000 കോടി അടിയന്തരമായി കൊടുക്കണമെന്നൊക്കെയുള്ള കണക്കുകൾ VD സതീശൻ പറയുന്നത്. അതിന് CPM-ന്റെ പ്രതിനിധി മറുപടി പറയട്ടെ. പക്ഷേ ഈ കണക്കുകളിൽ ചില സ്ഥലത്ത് പരിധിയിൽ കവിഞ്ഞ ആശ്ചര്യപ്പെടുത്തുന്ന ഊന്നൽ നൽകുന്നു എന്ന ഒരു ന്യൂനതയാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ശ്രീ H. സലാം ഇവിടെ ശ്രീ റോണി കെ ബേബി പറഞ്ഞതിനുള്ള മറുപടി. ഒന്നാമതായി, എങ്ങനെയാണ് കഴിഞ്ഞ 57 മുതൽ 2016 വരെയുള്ള സർക്കാരുകളുടെ കാലത്തെ കേരളത്തിന്റെ പൊതുകടമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ നിന്ന് 3 ഇരട്ടിയായി മാറുന്നത് അസാധാരണ സാഹചര്യമല്ലേ എന്ന് ചോദിക്കുന്നു. അതിനുൾപ്പെടെ അങ്ങയുടെ മറുപടി. അതിലൊന്ന്, ഈ വ്യാപകമായി പ്രചരിപ്പിച്ചു പോകുന്ന ഒരുപാട് നുണകൾ കുറച്ച് പൊളിഞ്ഞു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി സതീശൻ തന്നെ പറഞ്ഞ കാര്യം പലതും പൊളിഞ്ഞു എന്നുള്ളതാണ് ഇതിലൊരു കാര്യം. അതിനകത്ത് കുറച്ച് കണക്കുകളൊക്കെ വെച്ച് കസർത്തുണ്ടെങ്കിലും മൊത്തത്തിൽ പറയാൻ പറ്റുന്നൊരു സംഗതി അതാണ്. നമ്മുടെ ഒരു കേരളത്തിൻ്റെ കടവുമായി ബന്ധപ്പെട്ട കണക്ക് നോക്കിയാൽ ഇതിനെല്ലാം ഒരു അളവും തോതും ഉണ്ടല്ലോ. ഇപ്പോൾ ശ്രീ വേണു തന്നെ നേരത്തെ പറഞ്ഞു എത്രാമത്തെ സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത് എന്നുള്ള കാര്യം. ഇവർ പറയുന്ന കേട്ടാൽ തോന്നുന്നു ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ 1-ാം സ്ഥാനം നിൽക്കുകയാണ് കേരളം എന്ന മട്ടിലാണ്.
നമ്മുടെ ഒരു GDP 2004 കണക്ക് നോക്കിയാൽ GDPയുടെ 42% കടബാധ്യത കേരളത്തിൻ്റെ. ഇപ്പോൾ 26 എത്തുമ്പോൾ 33.6% കേരളത്തിൻ്റെ കടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തോത് ഇവിടെ സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെ ഈ ചർച്ചയിൽ പാനലിസ്റ്റ് ആയിട്ടുണ്ടല്ലോ, കുറഞ്ഞു. 2021 സെക്കൻഡ് ഗവൺമെന്റിന്റെ തുടക്ക സമയത്ത് 39%. അപ്പം 5 വർഷം കൊണ്ട് ക്രമാനുഗതമായി ഇത് കുറഞ്ഞു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യമാകുന്ന, ഇവർ തന്നെ സബ്മിറ്റ് ചെയ്യപ്പെട്ട ഡോക്യുമെന്റ് വരുന്നു അല്ലെങ്കിൽ ധനകാര്യ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. കടത്തിന്റെ കാര്യം പറഞ്ഞത് 5.07 ലക്ഷം കോടി എന്ന് ഇപ്പോൾ പറഞ്ഞു. എത്രാം സ്ഥാനത്താണ് ഇന്ത്യയിൽ? അപ്പൊ നമുക്ക് അനുവദനീയമല്ലാത്ത കടം കേരളം എടുത്തിട്ടുണ്ടോ? ഈ കടത്തിന്റെ തോത് നമ്മൾ പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ നിലപാടോട് കാണണം. നമുക്കെല്ലാം അറിയുന്ന പോലെ കിബി എടുക്കുന്ന ബഡ്ജറ്റിന് പുറത്തുള്ള കടം, പെൻഷൻ ബോർഡിന്റെ കടം, ഈ രണ്ട് കാര്യം ബഡ്ജറ്റിന് പുറത്തുള്ളതാണ്. ആ ബഡ്ജറ്റിന് പുറത്ത് കേരളം എടുത്ത കടം ഉൾപ്പെടെ കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറയ്ക്കപ്പെട്ട ഒരു കാലം കൂടിയാണ് ഈ കാലമെന്ന് കാണണം. അപ്പം അങ്ങനെ ഒരു കാലത്ത് നമുക്ക് അനുവദനീയമായതിനപ്പുറത്തേക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മുടെ ഒരു കടക്കിണയിലാണ് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പൊട്ടിപ്പൊളഞ്ഞു പോയി എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ട്, എപ്പോഴും സഭയ്ക്ക് ഉള്ളിലും സഭയ്ക്ക് പുറത്തും ഒരു വലിയ ആലങ്കാരികമായ ഭാഷയോടുകൂടി ശ്രീ VD സതീശൻ പ്രസംഗിച്ചു പോകുന്നൊരു കാര്യം പൂച്ച പെറ്റി കിടക്കുന്ന ഖജനാവാണ് എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിൽ അദ്ദേഹം പറഞ്ഞ കേരളത്തിലെ ഖജനാവിലെ പൂച്ച എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും സമ്പന്നമായ പൂച്ചയാണ്, സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പൂച്ചയാണ്. ഇവിടെ മാർച്ച് മാസം ലാസ്റ്റിന്റെ കണക്ക് നോക്കുമ്പോൾ 6322 കോടി ക്യാഷ് ബാലൻസ് ആയിട്ടുണ്ട്. അത് പിന്നീട് 5300 ചിലവനായി. ഇപ്പോൾ മെയ് 16 കണക്ക് കൂടി ഇപ്പോൾ ശ്രീ സതീശൻ പറയുന്നത് ആയിക്കോട്ടെ, അത് കുറയുമല്ലോ. നമ്മുടെ ഒരു ഖജനാവിലെ ട്രഷറിയിലെ ക്യാഷ് ബാലൻസ് ഇങ്ങനെ കൂട്ടിവെക്കുന്നതാണ് ഏറ്റവും ഭംഗി എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം നിലയിലേക്ക് അവർക്ക് സഹായകരമായി പ്ലാൻ ഉണ്ടാക്കുകയും ചെലവഴിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് പ്രധാനമായി കാണേണ്ട കാര്യം. അല്ല സാമ്പത്തിക അച്ചടക്കം പാലിച്ച് ഇത്ര പൈസ കൂട്ടി വെച്ചിട്ടുണ്ട് എന്നതിൽ നമ്മൾ വലിയ ഇത് കാണേണ്ട കാര്യമില്ല. ഇപ്പോൾ അദ്ദേഹം ഓവർ ഡ്രാഫ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ നെഗറ്റീവ് ക്യാഷ് ബാലൻസ് ഉണ്ടാവും. ഇപ്പോൾ ഈ സമയത്ത് ക്യാഷ് ബാലൻസ് ഉണ്ടായതൊരു യാഥാർത്ഥ്യമാണ് എന്ന് കരുതിയിട്ട് 10 വർഷക്കാലം എല്ലാ ദിവസവും ക്യാഷ് ബാലൻസ് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണെന്നല്ല അതിൻ്റെ അർത്ഥം. നാളെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. നെഗറ്റീവ് ക്യാഷ് ബാലൻസ് ഉണ്ടാവാം, ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടാകാം. പക്ഷെ അതെല്ലാം ഈ 10 വർഷക്കാലം ഒരു കാര്യവും തടസ്സപ്പെട്ട് ഇങ്ങനെ വഴി മുടങ്ങി നിൽക്കാതെ ഈ നാടിന്റെ കാര്യങ്ങൾ, വികസന കാര്യമാണെങ്കിലും ജനങ്ങളുടെ ക്ഷേമകാര്യമാണെങ്കിലും ഭംഗിയായി നിറവേറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ആ മാനേജ്മെന്റാണ് പ്രധാനം. ഏത് പ്രതിസന്ധി വരുമ്പോഴും ആ ധനകാര്യ മാനേജ്മെന്റ്. ഞാൻ ഒറ്റ കാര്യം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, എന്നിട്ട് അങ്ങേക്ക് തുടരുകയും ചെയ്യാം. ഈ ക്യാഷ് ബാലൻസ് നെഗറ്റീവിൽ കിടക്കുന്നു, ട്രഷറി പൂട്ടുന്ന അവസ്ഥയിൽ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ധവളപത്രത്തിലൂടെ ഒരു ചിത്രം കഴിഞ്ഞ 2 സർക്കാരുകളെ പറ്റി നൽകാൻ ശ്രമിക്കുന്നുണ്ടല്ലോ VD സതീശൻ. അവിടെ ഇന്നിപ്പോ തോമസ് ഐസക് വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പറയുകയുണ്ടായി, കോവിഡിന്റെ 19-20 ആ കാലത്ത് എല്ലാ തലത്തിലും ശ്രീ സലാം എല്ലാ മാസവും ഈ പറയുന്ന നെഗറ്റീവ് ബാലൻസിൽ കിടന്നോട്ടെ ട്രഷറി എന്ന് ഫിനാൻസ് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തു തോമസ് ഐസക് എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? ആ പണം പാവങ്ങളിലേക്ക് ചെല്ലണം, അവർക്ക് ഭക്ഷണത്തിനടക്കം മുട്ടുണ്ടാകരുത്. അതായിരുന്നു കേരളത്തിന്റെ മോഡൽ. എന്നിട്ട് അദ്ദേഹം പറയണം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അപ്പോൾ 3 ലക്ഷം കോടിയുടെയാണ് ട്രഷറി ബാലൻസ് ആയിട്ട് കിടക്കുന്നത്. 3 ലക്ഷം കോടി. അവിടെയൊക്കെ എന്താ പറയേണ്ടത്, ആ സംസ്ഥാനങ്ങളിലേക്ക് സ്ഥിതി എന്തായിരുന്നു? അയൽ സംസ്ഥാന തൊഴിലാളികൾ ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് ഈ തീവണ്ടി പാളത്തിലൂടെ നടന്നു പോകുന്നു. 60 പേർ 70 പേരൊക്കെ അടക്കം ഒറ്റയടിക്ക് അവരുടെ ജീവൻ പൊലിഞ്ഞു പോകുന്നു തീവണ്ടി ഇടിച്ച് അവരതേ പാളത്തിൽ കിടന്നുറങ്ങുമ്പോൾ. അതൊക്കെയായിരുന്നു ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് മാറി എന്നുള്ള ചിത്രം. ഇവിടെ ക്യാഷ് ബാലൻസിന്റെ മാത്രം, നെഗറ്റീവ് ബാലൻസിന്റെ കാര്യം മാത്രമാണ് ചൂണ്ടിക്കാട്ടുന്നത്. മനുഷ്യരെ കാണുന്നില്ല ഈ ധവളപത്രം. അതാണ് ഞാൻ ആദ്യ ഭാഗത്ത് ശ്രീ വേണു ഞാൻ പറഞ്ഞത്. ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞു ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്നൊരു വേർഡ് ഉപയോഗിച്ച് അദ്ദേഹം പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞു അതൊരു തെറ്റായ സംഗതിയല്ല പറയേണ്ടത്. ഒരു ഗവൺമെന്റിന്റെ രാഷ്ട്രീയ ലൈൻ കൂടിയാണ് സാമ്പത്തിക മാനേജ്മെന്റിൽ ഉണ്ടാകുന്ന കാര്യം. അതാണ് ഇവിടെ ഈ പറഞ്ഞ ഭാഗത്ത് ആപ്ലിക്കബിൾ ആകുന്ന ഒരു പ്രധാന സംഗതിയാണത്. ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു ധനകാര്യ മാനേജ്മെന്റിലെ മുഖ്യമായ കാര്യം ട്രഷറിയിൽ പൈസ കുറച്ച് മിച്ചം വെച്ച് കാണിക്കലല്ല. അത് ട്രഷറി മുടങ്ങിപ്പോകാതെ അത് നന്നായി മാനേജ് ചെയ്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി നിറവേറ്റപ്പെടുക എന്ന ഉത്തരവാദിത്വ നിറവേറ്റലാണ് ഈ സർക്കാരിന്റെ ഒരു ഭാഗമെന്ന് കാണാൻ പറ്റും.
ഇവിടെ മറ്റൊന്ന്, ഈ കുടിശ്ശികയെക്കുറിച്ചും കടത്തെക്കുറിച്ചും വ്യാപകമായ പ്രചരണം നടത്തി. ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് 1.25 ലക്ഷം കുടിശ്ശികയുണ്ട് എന്നാണ് സതീശന്റെ പ്രസംഗം. അങ്ങനെയായിരുന്നു. ശ്രീ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് ഇലക്ഷൻ കാലത്തുമൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ അദ്ദേഹം ഇറക്കിയ ഡോക്യുമെന്റിൽ എന്താ പറയുക, 21,670 കോടി DA കുടിശ്ശിക ഇതുണ്ടെന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ എന്താണ്? അപ്പോൾ അതാ ഞാൻ പറഞ്ഞൊരു ഇലക്ഷൻ കാലത്തും അതിനു മുമ്പും ഇങ്ങനെ വലിയ വായു വർത്തമാനം പറയാൻ നമ്മൾ പറയും, നാട്ടുഭാഷയിൽ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പലതും പൊട്ടിപ്പൊളിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണപ്പെടുന്ന കാര്യം. ഇവിടെ SC/ST സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. സെക്കൻഡ് ഗവൺമെന്റ് 5,326 കോടിയാണ് SC/ST വിഭാഗത്തിന് സ്കോളർഷിപ്പിനായി വിതരണം ചെയ്തത്. നിങ്ങൾ അതിന്റെ ഡോക്യുമെന്റ് പരിശോധിക്കുക, കോൺഗ്രസിനെ പ്രതി എടുത്ത് നോക്കണം. SC/ST പ്ലാന്റ് എക്സ്പെൻഡിച്ചർ പ്രതിവർഷം 3,200 കോടിയാണ്. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ബഡ്ജറ്റ് രേഖ നോക്കിയാലും കാണാൻ കഴിയും. ആ രേഖകൾ ബഹുമാനപ്പെട്ട കോൺഗ്രസിനെ പ്രതിനിധി MLA അദ്ദേഹം പരിശോധിക്കണം. വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ പറയാൻ പാടില്ല. നമ്മുടെ ഒരു ആരോഗ്യപരമായ ഒരു ചർച്ചയ്ക്കല്ലേ ഇരിക്കുന്നത്. മറ്റൊരു ഗൗരവമായ കാര്യം, ശ്രീ കോൺഗ്രസ് പ്രതിനിധി പറയേണ്ട ഒരു ഗൗരവമായ കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു സൂചന എന്താണ്? ഇപ്പോൾ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഇടതുപക്ഷ സർക്കാർ ഭരിച്ച കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത PSC നിയമനത്തിൽ രാജ്യത്തിന് മാതൃകയായി രാജ്യത്താകെ നൽകുന്ന നിയമനത്തില് 60% നൽകിയത് ഈ കേരളമാണ്. ഇടതുപക്ഷ ഭരണത്തിന്റെ കാലത്ത് അങ്ങനെയാണ് നേടിയത്. ഇടയ്ക്ക് ഒരു റാങ്ക് ലിസ്റ്റുകാരുമായി ബന്ധപ്പെട്ട സമരത്തിന്റെ കാര്യം എത്രമാത്രമാണ് വ്യാപകമായി UDF ഇതിങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടത്? എങ്ങനെയാ ഇപ്പൊ എന്താ ഒരു പറയുന്ന കാര്യം? 4 വർഷത്തേക്ക് നിയമന നിരോധനം എന്നാണ് മലയാളം. ഇത് വർദ്ധിപ്പിക്കാൻ നിങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ അഭ്യസ്തബദ്ധരായി PSC പരീക്ഷയിൽ ജോലി കാത്തിരിക്കുന്ന ചെറുപ്പക്കാരോട് നിങ്ങളുടെ സമീപനം കാര്യമടിക്കുന്ന സമീപനമാണ്. മറ്റൊന്ന് പറയുന്നു, 10 വർഷക്കാലത്തേക്ക് ശമ്പള പരിഷ്കരണം മാറ്റാൻ ആലോചിക്കുന്നത്. അതിലെ നിർദ്ദേശം ഒന്ന്. മറ്റൊന്ന് സർവീസ് സെക്ടറുകൾ, വിദ്യാഭ്യാസം, ആരോഗ്യം, വൈദ്യുതി, ഇങ്ങനെ കുറെ ഭാഗം, കുടിവെള്ളം, ഈ ഭാഗമെല്ലാം നോക്കി അതെല്ലാം ഒരു സ്വകാര്യ മേഖലയിലേക്ക് മാറ്റുമെന്ന സൂചനയാണ് ഇതിനകത്ത് കാണുന്ന കാര്യം. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ, നമ്മുടെ തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള 17 മിനി തുറമുഖങ്ങൾ, വലിയ തുറമുഖം എല്ലാം കൂടി ചേർത്തിട്ടൊരു പുതിയ സംവിധാനം രൂപപ്പെടുത്തുന്നതാണ്. ആർക്ക് വേണ്ടിയിട്ടാ? കേരളത്തിന്റെ പൊതുമേഖലയിൽ ഈ സംവിധാനം ഉണ്ടാക്കുന്നതാണോ UDFന്റെ ഗവൺമെന്റ് ചിന്തിക്കുന്നത്? അങ്ങനെയാണോ? വേണു ഗൗരവമായി നാം ഈ കേരളം ചിന്തിക്കേണ്ട കാര്യം, കേരളത്തിലെ ഇന്ന് വിഴിഞ്ഞം പോർട്ട് ഉൾപ്പെടെ രാജ്യാന്തരമായിട്ട് ശ്രദ്ധേയമായ പോർട്ട് ഉൾപ്പെടെ വന്നിരിക്കുന്ന ഘട്ടത്തിൽ ആ പുഴിഞ്ഞം പോർട്ടിനെ കണക്ട് ചെയ്ത് കേരളത്തിലെ തുറമുഖം കൂടി കണക്ട് ചെയ്തുള്ള ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കിയിട്ട് അത് കേരളത്തിലെ സ്വകാര്യ മുതലാളിമാർക്കും കോർപ്പറേറ്റുകൾക്കും വീതം വെക്കാനുള്ള നിലപാടുമായിട്ട് വരികയാണ്. അതിന്റെ പണപ്പുറപ്പാടായിട്ട് കണ്ടാൽ മതി ഇതിന്റെ പല നിർദ്ദേശങ്ങളും. സീരിയസാണ് കാര്യം. ഈ കേരളത്തിന്റെ മൊത്തം വെക്കും നമ്മൾ ആധാരം പറയില്ലേ എന്ന് പറഞ്ഞ പോലെ സമീപനത്തിലേക്കാണ് ഇവരിപ്പോ കടക്കാൻ പോകണമെന്ന് തോന്നുന്നു. ശരി, നമുക്ക് കിഫ്ബിയുടെ കാര്യത്തിലേക്കൂടെ പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു ഇടവേളയും വേണം. അപ്പോൾ അങ്ങിപ്പോൾ ഇവിടെ പറയുകയുണ്ടായല്ലോ, ഈ പെൻഷൻ പ്രായം എന്ന് പറയുന്നത്, വിരമിക്കൽ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രായത്തിന് തുല്യമാക്കും എന്ന് പറയുമ്പോൾ ഫലത്തിൽ നിയമന നിരോധനം തന്നെയാണ്. അതേസമയം കഴിഞ്ഞ സർക്കാർ ഏറ്റവും ഒടുവിൽ പോകുമ്പോൾ നടത്തിയ പ്രഖ്യാപനമുണ്ട്, അത് PSCയിൽ ഈ പറയുന്ന പ്രായപരിധി 40 ഉയർത്തലായിരുന്നു. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെയാണ് കേരളത്തിൽ ഇത്രയും ഗൗരവതരമായ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടുള്ള കാതലായ ഒരു ചൂടുമാറ്റം നാം കാണുന്നത്. ശ്രീ റോണി കെ ബേബി, എന്താകും കിഫ്ബിയുടെ ഭാവി? ഏതൊക്കെയാലും ഈ ധവളപത്രം ഇന്ന് നിയമസഭയിൽ വെച്ചതോടുകൂടി ഒരു കാര്യം വ്യക്തമായി. കിഫ്ബി വഴി ചെലവഴിച്ച പണത്തിൻ്റെ 20% പോയത് ഒരു ജില്ലയിലേക്കാണ്, കണ്ണൂർ ജില്ലയിലേക്ക്. കിഫ്ബി വഴി നടപ്പാക്കിയ പദ്ധതികളുടെ 19% ഒരു ജില്ലയിലേക്ക്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അറിയട്ടെ. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പണയം വെച്ചുകൊണ്ട് ഇത്രയും ഭീമമായ കടമെടുത്തത് എന്താണ് ഉദ്ദേശിക്കുന്നത് പറയാൻ? അതും കണ്ണൂർ ജില്ലയുടെ ചില പ്രദേശങ്ങളിൽ മാത്രം. കാരണം അത് വളരെ വ്യക്തമാണ്. അതിൻ്റെ അകത്ത് ഭരണകക്ഷിയുടെ താല്പര്യങ്ങൾ, അതിന് നേതൃത്വം കൊടുത്തവരുടെ താല്പര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ നടപ്പാക്കി. പക്ഷെ അതിനും ഐസക്കിന്റെ മറുപടി ഉണ്ടായിരുന്നു. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അത് അങ്ങേക്ക് ദഹിക്കുമോ ഇല്ലയോ എന്നറിയില്ല. അവിടെ ഒരു വിമാനത്താവളമാണ് വന്നത്. അതുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കലിന് 10,000 കോടിയിലധികം വേണമായിരുന്നു. ശ്രീ എസ്സലാം പറഞ്ഞോളൂ. ഈ പ്ലാനിന്റെ ഭാഗമായ ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ ഇതുപോലെ ജില്ല തിരിച്ച് ടേബിൾ ചെയ്യാവോ? പ്ലാനിന്റെ ഭാഗമായി ഏത് ഗവൺമെന്റ് കാലമാണെങ്കിലും
ചെയ്യുന്ന ആ പ്രൊജക്ടുകളുടെ വലിപ്പം അനുസരിച്ചിരിക്കും അങ്ങനെയുള്ള വ്യത്യാസം. ശ്രീ റോണി കെ ബേബി, ആ വലിപ്പം വ്യത്യാസം ഉണ്ടാവും. അത് പ്ലാനിന്റെ ഭാഗമായിട്ട്. ശരി ശ്രീ റോണി കെ ബേബി, എന്തായാലും അവിടെ ഇപ്പോൾ കണ്ണൂരാണെന്ന് പ്രത്യേകമായി പറഞ്ഞത്, അതിൽ അവിടെ ഒരു വിമാനത്താവളം വന്നിരിക്കുന്നു. ഒരു സെക്കൻഡ്, നിങ്ങൾ എല്ലാവരും വിലപിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഒരു സെക്കൻഡ്, നിങ്ങൾ എല്ലാവരും വിലപിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, മലബാർ വികസനത്തിൽ അങ്ങേയറ്റം പിന്നാക്കാവസ്ഥയിൽ കിടക്കുകയാണ് എന്ന്. അപ്പൊ അതൊക്കെ കൂടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. അല്ല, അവിടെ വിമാനത്താവളം വന്നു ശ്രീ റോണി കെ ബേബി. ഇനി പ്ലാനുമായി ബന്ധപ്പെട്ട് ഇതേ കണക്കുകൾ നിങ്ങൾ നിരത്തുമോ എന്ന് ശ്രീ എച്ച് സലാം ചോദിക്കുന്നതിനോടുള്ള മറുപടി. ഞാൻ അങ്ങനെ തടസ്സപ്പെടുന്നില്ല, പറഞ്ഞോളൂ. അല്ല വളരെ കൃത്യമായി, കാരണം നമുക്കൊക്കെ ഇതിനകത്ത് കൃത്യമായി ബോധ്യം ഉണ്ടായിട്ട് തന്നെയാണ് ഈ വിഷയങ്ങൾ ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് വരികയും ഇപ്പോൾ നിയമസഭയിൽ ഈ വൈറ്റ് പേപ്പർ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒറ്റ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ കണക്കുകളെ അല്ല നോക്കേണ്ടത്, മനുഷ്യമുഖമാണ് നോക്കേണ്ടത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ 8 വർഷം കൊണ്ട് SC/ST ഫണ്ട് 9% നിന്ന് 3% വെട്ടിക്കുറച്ചു. അവിടെയാണ് നിങ്ങൾ പാവപ്പെട്ട മനുഷ്യരെ നോക്കിയോ? ഈ സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന വിഭാഗങ്ങൾക്ക് പോലും കൊടുക്കേണ്ട ഒരു കാര്യം പറയട്ടെ, പദ്ധതി ചെലവ് എത്ര തവണയാണ് വെട്ടിക്കുറച്ചത്? 18%. ഇന്ത്യയിൽ ഏറ്റവും അധികം പദ്ധതി വെട്ടിക്കുറക്കുന്ന സംസ്ഥാനമായി ബജറ്റ് പ്രഖ്യാപിക്കും. ആ ബജറ്റ് പ്രഖ്യാപിക്കുന്ന എല്ലാം വകമാറ്റിയാണ് കടം കൊടുക്കാൻ, പലിശ അടയ്ക്കാൻ. ഈ കിഫ്ബി ഉൾപ്പെടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ധന സെസ് ഉൾപ്പെടെ വരേണ്ട സ്രോതസ്സാണ്. ഇത്രയും പെട്രോളിന്റെ വില കൂടി നിൽക്കുന്നു. കാരണം കിഫ്ബിക്ക് റീപേയ്മെന്റ്, ഈ കിഫ്ബിയുടെ റീപേയ്മെന്റ് എവിടെ നിന്നാ? ബജറ്റിലേക്ക് വരേണ്ട പണം മുഴുവൻ കൊടുത്തോണ്ടിരിക്കുക. അല്ല അല്ല കിഫ്ബിക്ക് കൊടുക്കാൻ പറ്റുമോ സാർ? അല്ല SC/ST ഫണ്ട് എടുത്ത് കിഫ്ബിക്ക് കൊടുക്കാൻ പറ്റുമോ? അല്ല അല്ലല്ല അതിന് SC/ST ഫണ്ട് എടുത്ത് കിഫ്ബിക്ക് കൊടുക്കാൻ പറ്റുമോ? അങ്ങ് ഇതിനെ താങ്കൾ പറയൂ. ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. താങ്കൾ പറയൂ, SC/ST ഫണ്ട് എടുത്ത് കിഫ്ബിക്ക് കൊടുക്കാൻ പറ്റുമോ? ഞാൻ 2 സന്ദർഭങ്ങളിൽ പറഞ്ഞത് അങ്ങ് ഞാൻ ഇവിടെ SC/ST ഫണ്ട് കിഫ്ബിയോട് ബന്ധമുണ്ടെന്ന് പറഞ്ഞോ? പറയാത്ത കാര്യം പറയരുത്. പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഉത്തരവില്ലെങ്കിൽ അതിന് പിന്നെ ഇങ്ങനെ അല്ല, ഇതെടുത്ത് അങ്ങോട്ട് കൊടുക്കുമെന്ന് താങ്കൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ബജറ്റിൽ വരേണ്ട ഏറ്റവും വലിയ സ്രോതസ് എന്ന് പറയുന്നത് ഇന്ധന സെസ് ഉൾപ്പെടെ നമ്മുടെ ബജറ്റിൽ വരേണ്ട വലിയ തുകയാണ്. ആ തുക മുഴുവൻ നമ്മളിപ്പോൾ റീപേ ചെയ്യുന്നത് കിഫ്ബിക്ക് വേണ്ടിയാ. 21,000 കോടിയാണ് ഇപ്പോൾ കിഫ്ബിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന വായ്പ എന്ന് പറയുന്നത്. പകുതിയാണ്. ശരി, കിഫ്ബിക്ക് ബദൽ എന്താണ് ശ്രീ റോണി കെ ബേബി? കിഫ്ബിക്ക് ബദൽ അതെ, കാരണം ഇവിടെ അങ്ങ് പറഞ്ഞല്ലോ ഈ കടത്തിന്റെ ഒക്കെ തോത് കുറഞ്ഞു വരുന്നു. ഞാൻ ചോദിക്കട്ടെ, 10 വർഷം മുമ്പ് 70,000-80,000 കോടിയായിരുന്നു ബജറ്റിന്റെ ടോട്ടൽ ഔട്ട്ലേയെങ്കിൽ ഇന്ന് 2 ലക്ഷം കോടിയിലേക്ക് ബജറ്റ് എത്തിയിരിക്കുന്നു. നമുക്ക് വരേണ്ട വലിയ വരുമാനമുണ്ട്. നമുക്ക് കിട്ടേണ്ട ആ വരുമാനം മുഴുവൻ ബദൽ എന്താണ് ശ്രീ റോണി കെ ബേബി? ഇരട്ടി നികുതി കൊടുത്തിരിക്കുന്നു. ആ നികുതി 21,000 കോടിയുടെ പദ്ധതികൾ വന്നു, 35,000 കോടിയുടെ പദ്ധതികൾ അംഗീകാരവുമായി നിൽക്കുന്നു. കിഫ്ബിക്ക് ബദൽ വളരെ കൃത്യമായിട്ട് പറയട്ടെ, കാരണം ഒറ്റ കാര്യം പറയാം, നിങ്ങൾ പുറത്തു പോയി 8%-നും 9%-നും പലിശയ്ക്ക് എടുക്കുന്ന കടമുണ്ടല്ലോ, നിങ്ങൾ നികുതി പിരിക്കുക. ഈ 10 വർഷം നിങ്ങൾ എവിടെയായിരുന്നു? കേരളത്തിൽ, ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും നികുതി പിരിവ് ഇത്രയും മോശമായ സംസ്ഥാനം കേരളമല്ല, മറ്റൊന്നുമില്ല. ഈ പറയുന്ന പല കണക്കുകളും 50%, 55% മാത്രം കേരളത്തിന് നികുതി പിരിവ് എന്നത് പോയി. ഈ നികുതി പിരിക്കുവാണെങ്കിൽ ശരി ശ്രീ റോണി കെ ബേബി, ശരി, എനിക്ക് മറ്റ് 2 അതിഥികളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. ശരി ശ്രീ റോണി കെ ബേബി, ഒന്ന് സഹകരിക്കണം. ഡോക്ടർ സി എസ് ഷൈജുമോൻ, ഇവിടെ കിഫ്ബിയുടെ കാലം തീരുന്ന മട്ടാണെന്നാണ് തോമസ് ഐസക്കിന്റെ ഇന്നത്തെ പ്രതികരണം. കിഫ്ബിയുടെ ഭാവി എന്താകും? ബദൽ എന്താകും? അല്ല, ഇവിടെ ഇന്ന് ഈ ധവളപത്രത്തിൽ സൂചന തന്നെ നൽകിയിട്ടുണ്ട് കിഫ്ബിയുടെ ഭാവിയെ പറ്റി. ഒന്ന്, റീസ്ട്രക്ചർ ചെയ്യാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റാനാണ് സാധ്യത. അത് സർക്കാരിലേക്ക് തന്നെ പോകും. ഒരു കാരണം അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ കിഫ്ബി വഴി കടമെടുക്കുന്നത് 1 മുതൽ 1.5% വരെ ഗവൺമെന്റ് കടമെടുക്കുന്നതിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് അത് സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഗവൺമെന്റ് നേരിട്ട് കടമെടുക്കുന്നു. കൂടാതെ 50%വും മോട്ടോർ വെഹിക്കിൾ ടാക്സിൽ നിന്നാണ് കിഫ്ബിയിലേക്ക് പോകുന്നത്. അത് ഗവൺമെന്റിന്റെ തന്നെ ഫണ്ടായതുകൊണ്ട്, തനത് ഫണ്ടായതുകൊണ്ട് അത് ഗവൺമെന്റ് തന്നെ കൈകാര്യം ചെയ്യുന്നത് നല്ലത്. പക്ഷെ വേറൊരു പ്രപ്പോസൽ വെച്ചിരിക്കുന്നത്, കിഫ്ബി എന്ന് പറയുന്നത് ലിക്വിഡേറ്റ് ചെയ്യില്ല. കിഫ്ബി എന്ന് പറയുന്നത് ഇനിയുള്ള പ്രോജക്റ്റുകൾ മോണിറ്റർ ചെയ്യുന്ന ഒരു ഏജൻസി ആകും. അത് കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വരാൻ പോകുന്നത് മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടി ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് അവർക്ക് നടത്താനായിട്ട് ഭരണഘടനയിലോ CNDGക്കോ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകില്ല. അതുകൊണ്ട് അതുവഴി ബോറോയിങ് എങ്ങനെ ചെയ്യാമെന്നുള്ള അഡ്വൈസ് കൊടുക്കുന്നതും അത് മോണിറ്റർ ചെയ്യുന്നതിന് ഒരു ഏജൻസിയായി മാറ്റാനാണ് കിഫ്ബിയെ ഉപയോഗിക്കാൻ പോകുന്നതെന്നാണ് ഇതിലൊരു സൂചന നൽകുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ ഈ ബഡ്ജറ്റിൽ അതിന്റെ പ്രഖ്യാപനം. ശരി, അതെ. പക്ഷേ ഡോക്ടർ സി എസ് ഷൈജുമോൻ, അല്ല, ഒരു സെക്കൻഡ്, ഈ തദ്ദേശ
സ്ഥാപനങ്ങൾ ഈ തദ്ദേശ സ്ഥാപനങ്ങൾ ഓഫ് ബജറ്റ് ബോറോവിംഗിലേക്ക് ബോണ്ടുകൾ അടക്കം വാങ്ങുന്നതിന് അവരെന്താണ് സെക്യൂരിറ്റി ആയിട്ട് വെക്കുക? അവർ സെക്യൂരിറ്റി ആയിട്ട് വെക്കുക സംസ്ഥാന സർക്കാർ വർഷാവർഷം ഈ തദ്ദേശ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന വിഹിതമായിരിക്കില്ലേ? അത് തന്നെയല്ലേ മറ്റൊരു രൂപത്തിൽ കിഫ്ബിയായും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? അല്ല തീർച്ചയായിട്ടും മറ്റത് CNAG-യുടെ പ്രശ്നമുണ്ട്. പിന്നെ കൂടാതെ പൊതുവെ പുറത്തുനിന്ന് കടമെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പലിശ നിരക്ക് കൂടുതൽ എന്നുള്ളത് കുറയ്ക്കാൻ പറ്റും. നമുക്ക് തീർച്ചയായിട്ടും പലിശ കുറയ്ക്കണം. പലിശ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ കടം വാങ്ങിക്കണം, ചെലവ് കൂട്ടണം, അതിലൊന്നും തർക്കമില്ല. എനിക്കതിൽ തർക്കമില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളെ നിലനിർത്തണം. പക്ഷേ ആ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം കുറയ്ക്കണം. കടം മേടിക്കുന്നത് കൂട്ടുക തന്നെ വേണം. പക്ഷേ പലിശയുടെ ബാധ്യത കുറയ്ക്കണം. ഇല്ലെങ്കിൽ വരും തലമുറയാണ് അതിന് അനുഭവിക്കാൻ പോകുന്നത്. നമ്മൾ പലിശ വാങ്ങി അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് ആ ബാധ്യത ഓരോരുത്തരുടെയും മേളിൽ കൂടിയാൽ അത് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ അത് വളരെ വലിയ ഡെറ്റ് ട്രാപ്പിലേക്ക് പോകും. അതാണ് മാറ്റേണ്ടത്. അതിനുള്ള ശ്രമം നടത്തുന്നതായിട്ട് തോന്നുന്നു. പക്ഷെ എത്രത്തോളം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. ഒരുപാട് റിയാക്ഷൻസ് ഉണ്ടാവുന്നതാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഏജ് കൂട്ടണമെന്നുള്ളത് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ഞാനൊരു കമ്മിറ്റി മെമ്പർ ആയിരുന്നു. ആ സമയത്ത് ഗവൺമെന്റ് ഡിസ്കസ് ചെയ്തതാണ്. ഒരു വർഷം കൂട്ടിയാൽ അന്ന് വിചാരിച്ചിരുന്ന 3000 കോടിയോളം ലാഭം കൂട്ടാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ഡെമോഗ്രഫി ചേഞ്ച് ചെയ്യാണ്. ഏജ് 6000 കോടിയാണ്. നമുക്ക് 80-90 വയസ്സിലാണ് മരിക്കുന്നത്. അപ്പൊ പെൻഷൻ ബാധ്യത കൂടുകയാണ്. ഇപ്പൊ 6000 കോടി. അപ്പൊ അത് ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കേണ്ടെന്നല്ല, അതും കൂട്ടണം. ചെറുപ്പക്കാരുടെ ജോലിയും കൂട്ടണം. അതോടൊപ്പം തന്നെ റിട്ടയർമെന്റ് ഏജ് കൂട്ടിയിട്ട് ഈ ആൾക്കാരെ സേവനം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ബാധ്യത, സർക്കാരിന്റെ ബാധ്യതകൾ കുറഞ്ഞു വരുന്നത്. ശരി, ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഇപ്പോൾ ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ധവളപത്രത്തിലൂടെ അങ്ങ് മനസ്സിലാക്കുന്നത്? ഇവിടെ ഈ 1% മുതൽ 1.5% വരെ സർക്കാർ എടുക്കുന്നതിനേക്കാൾ അധിക പലിശയ്ക്ക് കിഫ്ബി എടുക്കുന്നു എന്ന് പറയുന്നതാണ് ഒരു വലിയ വീഴ്ചയായി കാണുന്നത്. അത് മാറ്റിയിട്ട് ഇത് ധനവകുപ്പിന്റെ തന്നെ നിയന്ത്രണത്തിൽ കിഫ്ബി പ്രവർത്തിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? സെക്രട്ടേറിയറ്റിലെ ഫയൽ നീക്കങ്ങൾ എങ്ങനെയാണ് എന്നത് അങ്ങേക്കറിയുന്നതാണ്. ഈ അടുത്ത ദിവസമാണ് VD സതീശൻ പറഞ്ഞത് 7 സെക്രട്ടറിമാർ കാണേണ്ടതുണ്ടോ ഒരു ഫയൽ നീങ്ങാനെന്ന്. അപ്പോൾ അതിന് അടിയന്തരമായ ഉത്തരവുകൾ വേണ്ടിവരും. നൂലാമാലകളായിരിക്കും. ഓരോ തട്ടിൽ ഇതിന്റെ അനുമതികൾ കൊടുക്കണോ എന്നതിനെ സംബന്ധിച്ച് ആശങ്കകളായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ റെഡ് ടേപ്പിസമായിരിക്കും. ഇതൊരു വലിയ പരിധിയോളം പരിഹരിച്ചതാണ് കിഫ്ബി. അതിനെ അങ്ങനെ നിയന്ത്രണമില്ലാതെ വിടണമെന്നല്ല. പക്ഷേ ഇതിലൊരു മധ്യ നിലപാടിലേക്ക് പോകാതെ കിഫ്ബിയെ എമ്പാടും തള്ളുക എന്ന സമീപനമാണോ ധവളപത്രം മുന്നോട്ട് വെക്കുന്നത്? വേണു, ലോകമെമ്പാടുമുള്ള ഒരു ആശയമാണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്നാണ് പറയുന്നത്. അത് കേരളത്തിൽ മാത്രം കിഫ്ബിയിലൂടെ കണ്ടുപിടിച്ച ഒരു പുതിയ സംവിധാനമൊന്നുമല്ല. ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഈ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ, അടുത്ത 2-3 വർഷത്തിനിടയിൽ 9 ലക്ഷം കോടി രൂപയെങ്കിലും ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിലൂടെ കണ്ടെത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ വേണു സൂചിപ്പിച്ച പോലെ മുനിസിപ്പൽ ബോണ്ടുകളായാലും മറ്റു രീതിയിലുള്ള കാര്യങ്ങളായാലും ഇതെല്ലാം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം നമുക്ക് കാണാം. അപ്പോൾ ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയുന്ന ആ ആശയത്തെ അതിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് ഇന്നത്തെ ലോകത്ത് ഒരു സർക്കാരിന്, അത് സംസ്ഥാന സർക്കാരിനും ആർക്കും മുമ്പോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ഇപ്പൊ അങ്ങ് ഉദ്ദേശിക്കുന്ന ഇപ്പൊ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടാണെങ്കിൽ NHAI അത്തരം ബോറോയിങ്ങിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അവർക്ക് റവന്യൂ ജനറേഷൻ ഉണ്ട് അവരുടെ പദ്ധതികളിൽ. കിഫ്ബിക്ക് അതില്ല എന്നാണ് പറയുന്നത്. അല്ല കിഫ്ബിയുടെ പല പദ്ധതികളിലും റവന്യൂ ജനറേഷൻ മോഡുള്ള പദ്ധതികളുണ്ട്. പക്ഷേ മിക്കവാറും പദ്ധതികൾ ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് റവന്യൂ ജനറേറ്റിംഗ് മോഡല്ല. തീർച്ചയായിട്ടും റവന്യൂ ജനറേറ്റിംഗ് മോഡിലുള്ള കാര്യങ്ങൾ കൂടി അതിൽ വളരെ ശാസ്ത്രീയമായി ഉൾപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട്. അതൊരു വസ്തുതയാണ്. ഇപ്പോൾ റോഡിൻ്റെ കാര്യത്തിലായാലും അങ്ങനെയാണ് റവന്യൂ ജനറേഷൻ മോഡിലേക്ക് അത് വരേണ്ടതുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ ആശയം, ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, കാരണം നമുക്ക് ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ട് അതിലെ ബാലൻസ് വെച്ചുകൊണ്ട് ഇപ്പോൾ 1.3% ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് ധവളപത്രത്തിൽ പറയുന്നു. അപ്പോൾ ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ പറയും, ഉദാഹരണത്തിന് നമ്മുടെ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇപ്പോൾ കേരളയിൽ പോലുള്ള പദ്ധതിയാണെങ്കിലും ഏതാണ്ട് 3-4 ലക്ഷം കോടി രൂപ മൊത്തത്തിൽ കേരളത്തിന് വേണം. റോഡുകളുടെ വികസനം എല്ലാം ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. ഈ തുക എങ്ങനെയാണ് ബഡ്ജറ്റിനകത്ത് നിന്ന് കണ്ടെത്തി ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നൊന്ന് പറഞ്ഞാൽ, അങ്ങനെ എന്താണ് അതിനകത്തുള്ളൊരു പ്രസക്തി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ പണം കണ്ടെത്തേണ്ടതുണ്ട്, പണം വരുത്തുന്നതിനുള്ള വഴികൾ തേടേണ്ടതുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ശാസ്ത്രീയ മാർഗമാണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്. വേണു ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, പലിശയുടെ കാര്യത്തിൽ 1.5% കൂടുതൽ മേടിച്ചു എന്നൊക്കെ പറയും. ഇതൊക്കെ കാലാകാലങ്ങളിലെ മാർക്കറ്റ് നിശ്ചയിക്കുന്ന പലിശ നിരക്കുകളാണ്.
ഈ എല്ലാത്തിലും കുറഞ്ഞ പലിശ മാത്രമേ ഞാൻ വായ്പ എടുക്കൂ എന്ന് പോകുന്നത് എങ്ങനെയാണ്? അത് അശാസ്ത്രീയമായൊരു നിലപാടാണ്. ഓരോ കാലഘട്ടത്തിലും പലിശ പല സാഹചര്യങ്ങൾക്കനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കാലത്ത് നമ്മൾ 0.5% പലിശ എവിടെയെങ്കിലും കൂടുതലും അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ 2% പലിശ മുതൽ 16% വരെ പലിശയ്ക്ക് വായ്പ എടുത്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്ന് ന്യായീകരിക്കാൻ കഴിയുക? അപ്പൊ ഇതെല്ലാം കാലങ്ങളിൽ ഇങ്ങനെ നടക്കും. ശരി ശ്രീ ഷൈജുമോൻ വേഗം, സമയമില്ല, എനിക്ക് ശ്രീ ഇസ്ലാമിലേക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാനൊന്ന് പോകണം. ശരി ശ്രീ ഷൈജുമോൻ വേഗം. അതെ, ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ്. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിനെതിരെ അല്ല പറയുന്നത്. ഇതിനൊരു വലിയൊരു ദുരിതത്തിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. ഒരു കാര്യം ഞാൻ പലിശയുടെ കാര്യം പറഞ്ഞത് തീർച്ചയായും പലിശയുടെ കാര്യം സൂചിപ്പിച്ചതെന്ന് പറഞ്ഞാല് നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് പലിശ കുറഞ്ഞു കിട്ടുമ്പം അതേ സമയം തന്നെ പലിശ കുറഞ്ഞ് കിട്ടുന്ന സമയത്ത് നമ്മൾ കാലാകാലങ്ങളിലായിട്ട് പലിശ മാറും എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ പലിശ കുറഞ്ഞ് മാർക്കറ്റ് കിട്ടുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ പലിശ കൂട്ടിയെടുത്ത് ജനങ്ങളിലേക്ക് ബാധ്യത കൊണ്ട് പോകരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നമുക്ക് അതേ സമയത്ത് ഉണ്ടായിരുന്നു പലിശ നമുക്ക് കുറഞ്ഞു കിട്ടുന്ന അവന്യൂസ്. അതുപോലെ തന്നെ ഈ ഓവർ ഡ്രാഫ്റ്റിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അതായത് 7 അവസാനമായി ശ്രീ സലാം 1 മിനിറ്റിൽ പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്താണ് കിഫ്ബിയുടെ ബദൽ, അല്ലെങ്കിൽ കിഫ്ബിയെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനുള്ള നീക്കത്തിന് പിന്നിൽ എന്ത്? ശ്രീ വേണു, ഇതിനകത്ത് യാതൊരു ബദൽ കാഴ്ചപ്പാടുമില്ലാതെ കിഫ്ബി എന്ന കേരളത്തിന്റെ അതിശക്തമായ 1,10,000 കോടിയോളം രൂപയുടെ വികസന സാധ്യമാക്കിയ, അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കിയ ഒരു പദ്ധതിയെ തകർക്കാൻ ലക്ഷ്യമുണ്ടെന്നുള്ളതാണ് തോന്നുന്ന കാര്യം. ഇവിടെ പറഞ്ഞ പോലെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ പ്രോജക്റ്റിലേക്ക് പോകണം, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ പെരുമ്പളം പാലം ഉണ്ടാക്കി. ആ പെരുമ്പളം പാലത്തെ അക്കരയിൽ ജീവിക്കുന്ന സാധാരണ തൊഴിലാളി കുടുംബങ്ങളുടെ കയ്യിൽ നിന്ന് ടോൾ വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷേ കഴിയുന്ന ആ നിലയ്ക്കുള്ള പ്രോജക്റ്റിലേക്ക് കുറച്ചുകൂടി പോകണമെന്ന കാര്യം യാഥാർത്ഥ്യമാണ്. ഇവിടെ കഴിഞ്ഞ ഗവൺമെന്റ് കുറ്റപ്പെടുത്താൻ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ഉണ്ടാക്കുന്നതിന് പകരം നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ 75% കേരളമാണ് വഹിക്കുന്നത്. 25% ആയിട്ട് കേന്ദ്രത്തിന്റെ വിഹിതം കുറഞ്ഞു ചെലവിന്റെ. ഇതല്ലേ ഗൗരവമായൊരു കാര്യം. കേന്ദ്രാവിഷ്കൃത സ്കീമിന്റെ ഭാഗമായിട്ട് സപ്ലൈകോ നെല്ലെടുപ്പിന്റെ പൈസ കിട്ടുന്നില്ല, PMCയുടെ ഭാഗമായി എഡ്യൂക്കേഷന്റെ പൈസ കിട്ടുന്നില്ല, ആരോഗ്യമേഖല ഷെയർ കിട്ടുന്നില്ല. ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്ത് തരേണ്ട വിഹിതം വെട്ടിക്കുറക്കപ്പെടുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുകയും വാങ്ങുകയും ചെയ്യുക എന്നുള്ള കാര്യം ഒരു വലതുപക്ഷത്തിന്റെ വ്യത്യാസം ഉണ്ടാവേണ്ട കാര്യമല്ല. സ്റ്റേറ്റിന്റെ താല്പര്യമാണ്. ആ താല്പര്യം മുൻനിർത്തി ഒരു കേന്ദ്രത്തിനോട് കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ആവുന്നില്ല എന്നുള്ളത് BJPക്ക് അല്പം കീഴ്പ്പെട്ട് നിൽക്കുന്നു കോൺഗ്രസ്, UDF എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രശ്നം. അത് ഗൗരവമായി കാണുകയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നിലയിലേക്ക് വരുമാനം കേന്ദ്രവിഹിതമാണ് വെട്ടിക്കുറയ്ക്കപ്പെട്ട വിഹിതം, അത് പുനഃസ്ഥാപിച്ച് കിട്ടാൻ ഒരുമിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ള കാര്യമാണ് സജീവമായിട്ട് വേണ്ടത്. എന്തായാലും അങ്ങനെ യാതൊരു കേന്ദ്രവിരുദ്ധ സമീപനവും ഉണ്ടാകുമെന്ന് കരുതണ്ട. കീഴ്പ്പെടുന്ന സ്വരമാണ് ഈ പറയുന്ന നയപ്രഖ്യാപനത്തിൽ ഉണ്ടായത്, ഇപ്പോൾ ഈ ധവളപത്രത്തിലുമുള്ളത്. അപ്പോൾ എന്താണ് VD സതീശൻ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്? ഉൽപാദന, സേവന, മേഖലകളിൽ നിന്നെല്ലാം സർക്കാർ പിൻവാങ്ങുകയാണോ? കിഫ്ബിക്കുള്ള ബദൽ എന്ത്? എന്തായാലും ഇപ്പോൾ ഉത്തരം കിട്ടിയിട്ടില്ല. 19-ാം തീയതി ബജറ്റിലെങ്കിലും ഒരു ദർശനരേഖയായിട്ട് വരട്ടെ. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.